വയറ്റിൽ ഒരു ലക്ഷറി എയർ കണ്ടീഷൻഡ് ബാഗും തയ്പ്പിച്ചു വെച്ച് ലോകത്തോട് മുഴുവൻ തുടങ്ങി ഫൈറ്റ് എന്ന് പറഞ്ഞ് രണ്ട് കൈയും പൊക്കി ബോക്സിംഗ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു വിദ്വാൻ. ജനിക്കുന്നത് ഒരു ഈച്ചയുടെ വലിപ്പത്തിൽ, പക്ഷേ വളർന്നു വലുതാകുമ്പോൾ WWE ചാമ്പ്യന്മാരെ പോലെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഓസ്ട്രേലിയയിലെ ഈ ലോക്കൽ ഗുണ്ടകളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കങ്കാരുക്കൾ. ശാസ്ത്രലോകം ഇവരെ മാക്രോപോഡിഡേ എന്ന വലിയ കാലുള്ളവരുടെ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ റെഡ് കങ്കാരുക്കളാണ് ഈ ഗ്രൂപ്പിലെ ലക്ഷറി ബോസ്. ഇവർക്ക് 2 മീറ്റർ ഉയരവും 90 കിലോ തൂക്കവും ഉണ്ടാകും. ഒരു സാധാരണ മനുഷ്യൻ ജിമ്മിൽ പോയി കഷ്ടപ്പെട്ടാൽ പോലും കിട്ടാത്ത ഒന്നാം തരം ബോഡിയാണ് ഈ ആൺ കങ്കാരുക്കൾക്ക് പ്രകൃതി ഫ്രീ ആയി കൊടുത്തിരിക്കുന്നത്. ഇനി ഇവന്മാരുടെ നടത്തം കണ്ടാലോ നമ്മൾ ചിരിച്ചു പോകും. മുന്നോട്ട് നടക്കാൻ പറഞ്ഞാൽ ഇവർക്ക് നടക്കാൻ അറിയില്ല. പകരം ചാട്ടമാണ് സാറേ മെയിൻ. ഒരൊറ്റ ചാട്ടത്തിന് 9 മീറ്റർ ദൂരവും 3 മീറ്റർ ഉയരവും കീഴടക്കാൻ ഇവരുടെ ആ പവർഫുൾ പിൻകാലുകൾക്ക് കഴിയും. ഇതിനെല്ലാം സപ്പോർട്ട് നൽകുന്നത് ഇവരുടെ തടിയൻ വാലാണ്. നിൽക്കുമ്പോൾ ഒരു 3-ാം കാലായിട്ടും പതുക്കെ നടക്കുമ്പോൾ ഒരു പ്രൊപ്പല്ലർ പോലെയും ഈ വാല് വർക്ക് ചെയ്യും. ഈ വലിയ വാലും കാലും ഉള്ളതുകൊണ്ട് പാവങ്ങൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. അതായത് പിന്നോട്ട് നടക്കാൻ കങ്കാരുക്കൾക്ക് കഴിയില്ല. ഇനി ഇവരുടെ ഭക്ഷണ രീതി നോക്കിയാൽ കടുത്ത വെജിറ്റേറിയനാണ്. പുല്ലും ഇലയുമൊക്കെയാണ് മെയിൻ മെനു. പശുക്കളെ പോലെ കഴിച്ച ഭക്ഷണം വീണ്ടും വായിലേക്ക് കൊണ്ടുവന്ന് ചവച്ചരച്ച് തിന്നുന്ന ഒരു പ്രത്യേക ദഹന വ്യവസ്ഥയാണ് ഇവരുടേത്. പക്ഷേ പശുക്കളെപ്പോലെ ഇവർ അധികം മീഥേൻ ഗ്യാസ് പുറത്തുവിടാറില്ല. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി മലിനീകരണ കേസിൽ ഇവർ ഫ്രീ ആണ്. വെയിൽ മൂക്കുമ്പോൾ കാട്ടിലെ മരത്തണലിൽ കിടന്നുറങ്ങുകയും പുലർച്ചെയും സന്ധ്യയ്ക്കും ഡിന്നർ ഡേറ്റിങ്ങിന് ഇറങ്ങുകയുമാണ് കങ്കാരുക്കളുടെ പതിവ്. വെള്ളം കുടിക്കാതെയൊക്കെ ദിവസങ്ങളോളം മരുഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പക്ഷേ കങ്കാരുക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കോമഡിയും അത്ഭുതവും നടക്കുന്നത് ഇവരുടെ പ്രണയത്തിലും പ്രസവത്തിലുമാണ്. പെൺകുട്ടികളെ വളയ്ക്കാൻ വേണ്ടി ആൺ കങ്കാരുക്കൾ തമ്മിൽ റൂട്ടിലിട്ട് തല്ലുകൂടും. തല്ലെന്ന് പറഞ്ഞാൽ സാധാരണ തല്ലൊന്നുമല്ല കേട്ടോ. വാലിൽ ഭാരം കൊടുത്ത് വായുവിൽ ഉയർന്നു പൊങ്ങി പിൻകാലുകൾ കൊണ്ട് നെഞ്ചത്തോട്ട് ഒരൊറ്റ തൊഴി, ഒപ്പം മുൻകൈകൾ കൊണ്ട് 1-ാം തരം ബോക്സിങ്ങും. ഇതിൽ ജയിക്കുന്നവരാണ് ഗ്രൂപ്പിലെ ലീഡർ ആവുക. ഇനി ഈ അടിപിടി കഴിഞ്ഞ് ഏകദേശം 30-36 ദിവസത്തെ ഗർഭകാലം കഴിയുമ്പോൾ അമ്മ കങ്കാരു പ്രസവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വെറും 2 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള, തൂക്കം വളരെ കുറവുള്ള, കണ്ണ് കാണാത്ത ഒരു ചെറിയ ഗുലാബ് ജാമൂൻ പോലത്തെ വാവയെയാണ്. ജനിച്ച ഉടനെ ഈ കുട്ടിപ്പട്ടാളം അമ്മയുടെ രോമങ്ങൾക്കിടയിലൂടെ പിച്ചവെച്ച് നേരെ അമ്മയുടെ വയറ്റിലെ ആ മാന്ത്രിക ബാഗിലേക്ക് അണയാൻ തുടങ്ങും. ബാഗിനകത്ത് കയറി പറ്റിയാൽ പിന്നെ അവിടെയുള്ള മുലക്കണ്ണിൽ വായി വെച്ച് ലോക്ക് ചെയ്യും. പിന്നെ 6 മാസത്തേക്ക് പുറം ലോകം കാണില്ല. അവിടെ ഇരുന്ന് പാലും കുടിച്ച് എയർ കണ്ടീഷണർ കാറ്റുമേറ്റ് സുഖമായി വളരും. 6 മാസം കഴിയുമ്പോൾ ബാഗിൽ നിന്ന് തല പുറത്തേക്കിട്ട് നാട്ടിൽ എന്താണ് വിശേഷമെന്ന് നോക്കാൻ തുടങ്ങും. ഏകദേശം 11 മാസം കഴിയുമ്പോഴാണ് കക്ഷി ഈ ബാഗ് സ്ഥിരമായി വെക്കേറ്റ് ചെയ്യുന്നത്. ഈ കുഞ്ഞിനെയാണ് നമ്മൾ സ്നേഹത്തോടെ ജോയ് എന്ന് വിളിക്കുന്നത്. ഇതിനിടയിൽ കാട്ടിൽ വരൾച്ചയോ മറ്റോ വന്ന് സാഹചര്യം മോശമായാൽ വയറ്റിലുള്ള ഭ്രൂണത്തിന്റെ വളർച്ച താൽക്കാലികമായി നിർത്തിവെക്കാൻ അമ്മക്കങ്കാരുവിന് കഴിയും. എങ്ങനെയുണ്ട് പ്രകൃതിയുടെ ടെക്നോളജി? മോബ് എന്ന് വിളിക്കുന്ന 10 മുതൽ 100 പേരുള്ള വലിയ ഗാങ്ങുകളായിട്ടാണ് ഇവരുടെ താമസം. കൂട്ടത്തിൽ ആർക്കെങ്കിലും അപകടം മണത്താൽ കാലുകൊണ്ട് തറയിൽ ധും ധും എന്നടിച്ച് ഇവർ ബാക്കിയുള്ളവർക്ക് വിസിൽ കൊടുക്കും. ഡിങ്കോ എന്ന കാട്ടുനായ്ക്കളും വലിയ കഴുകന്മാരുമൊക്കെയാണ് ഇവരുടെ ശത്രുക്കൾ പിന്നാലെ വന്നാൽ ജീവനും കൊണ്ട് ഇവർ മണിക്കൂറിൽ 70 കിലോമീറ്റർ സ്പീഡിൽ ചാടിപ്പോകും. ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ പുഴയിൽ ചാടി നീന്തുകയും ചെയ്യും. ശത്രുവിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനും ഇവർക്ക് കഴിയും. മനുഷ്യന്റെ വണ്ടികൾ ഇടിച്ചും കാടുകൾ നശിച്ചുമൊക്കെ ഇന്ന് ഒട്ടുമിക്ക കങ്കാരുക്കളുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു കങ്കാരു 2 കൈയും പൊക്കി ബോക്സിംഗ് പൊസിഷനിൽ നിൽക്കുന്ന വീഡിയോ കണ്ട് വെറുതെ ലൈക്കും അടിച്ച് ചിരിച്ച് തള്ളരുതേ. കാരണം ജനിക്കുമ്പോൾ ഒരു ഈച്ചയുടെ അത്രയും വലിപ്പമില്ലാത്ത സ്വന്തം കുഞ്ഞിനെ
നെഞ്ചിലെ ബാഗിലിട്ട് കാത്തുസൂക്ഷിച്ച് ശത്രുക്കൾക്ക് നേരെ വായുവിൽ ഉയർന്നു മുങ്ങി മാസ് തൊഴിക്കാൻ അവർക്ക് തന്റെ ഇടം നൽകുന്നത് ആഫ്രിക്കൻ മരുഭൂമിയിലെ കഠിനമായ അതിജീവനമാണ്. ജീവിതത്തിൽ നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ശത്രുക്കൾ വരുമ്പോൾ പിന്നോട്ടോടുകയല്ല വേണ്ടത്, മറിച്ച് കങ്കാരുവിനെ പോലെ ബാക്ക് ഗിയർ ഇല്ലാതെ മുന്നോട്ട് മാത്രം ചാടി നട്ടെല്ല് നിവർത്തി രണ്ട് കൈയും പൊക്കി പോരാടണമെന്നാണ് ഈ ഓസ്ട്രേലിയൻ ഹീറോകൾ നമ്മളെ പഠിപ്പിക്കുന്നത്.